ജാവാസ്ക്രിപ്റ്റിൽ ജനറലി ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഫയൽ ഇൻട്രാക്ഷൻ. അതായത് ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഫയലിനകത്ത് റൈറ്റ് ചെയ്യുക, ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ബ്രൗസർ റിലേറ്റഡ് ആയിരുന്നു. എന്നാൽ V8 എഞ്ചിൻ വന്നതോടുകൂടി നമുക്ക് നോഡ് JS സ്റ്റാർട്ട് ആയതോടുകൂടി നമുക്ക് ഫയൽ സിസ്റ്റം ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ മെയിനായിട്ട് 2 മോഡ്യൂൾസ് ആണ് ഉള്ളത്. ഒന്ന് പാത്ത് എന്ന് പറയുന്ന മോഡ്യൂളും, 2 FS എന്ന് പറയുന്ന മോഡ്യൂളും. ഞാനിത് യൂസേജ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ FS ഉം പാത്തും ബിൽറ്റ് ഇൻ മോഡ്യൂളാണ്. അതിനാൽ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നോഡ് JSന്റെ കൂടെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഓരോരോ സിനാരിയോസ് നോക്കാം. അബ്സല്യൂട്ട് പാത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വേരിയബിളിലേക്ക് ഫയൽ പാത്ത് എന്ന് കൊടുക്കാം. അണ്ടർസ്കോർ ഫയൽ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ പാത്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിതൊന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കി നോഡ് app.js. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഓരോ ചേഞ്ച് app.js ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യേണ്ട, നമുക്കിത് റീലോഡ് ചെയ്യേണ്ട, റീസ്റ്റാർട്ട് ചെയ്യേണ്ട. അതിനായിട്ട് പകരം നമുക്ക് നോഡ്മോ എന്ന് പറഞ്ഞൊരു ലൈബ്രറി യൂസ് ചെയ്യാം. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമുക്കിത് നോക്കാം. അണ്ടർസ്കോർ ഫയൽ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫയൽ പാത്ത് കിട്ടും. നമ്മളിത് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. നോഡ് ആപ്പ് നമുക്ക് എല്ലാ പ്രാവശ്യവും app.js ചേഞ്ച് ചെയ്തതിനനുസരിച്ച് നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അതിന് പകരമായിട്ട് നമുക്ക് നോഡ്മോ എന്ന് പറഞ്ഞൊരു ലൈബ്രറി യൂസ് ചെയ്യാം. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ തൽക്കാലം റീസ്റ്റാർട്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്യാം. അപ്പം നോഡ് ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ ഫയൽ നെയിം നമുക്ക് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി കിട്ടണമെങ്കിൽ നമ്മളൊരു കൺസോൾ ലോഗ് ചെയ്യുക. അതിനകത്ത് പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻബിൽറ്റ് നമുക്ക് കിട്ടും. process.cwd കറണ്ട് വർക്കിംഗ് ഡയറക്ടറി. ഇത് നമ്മൾ ലിനക്സിലാണെന്നുണ്ടെങ്കിൽ PWD ആവും, പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്നുള്ളത്. ലിനക്സിൻ്റെ നമ്മൾ കൺസോൾട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെൻഡോസ് ചെയ്യുമ്പോൾ നമ്മൾ PWD എന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഇത് ജാവാസ്ക്രിപ്റ്റിൽ വരുമ്പോൾ CWD process.cwd എന്ന് കൊടുക്കുക. കൺസോൾ ലോഗ് ചെയ്യുക. നമുക്ക് ഈ കൺസോൾ ലോഗ് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. എന്നിട്ട് നോഡ്, അപ്പോൾ നമ്മുടെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി നമുക്ക് കിട്ടും. ഫയൽ നെയിം കിട്ടണത് എന്തായിരുന്നു? അണ്ടർസ്കോർ ഫയൽ നെയിം. നോഡ് ആപ്പ് റൺ ചെയ്ത് അടുത്ത് നമുക്ക് ഫയൽ നെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാത്ത് ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് പാത്ത് ഫ്രം പാത്ത്, ബിൽറ്റ് ഇൻ ലൈബ്രറിയാണ്. നമുക്കപ്പോൾ ഫയൽ നെയിം വേണ്ടത് ഫോർ എക്സാമ്പിൾ ബേസ് ഫയൽ നെയിം വേണ്ടത് ഇതിൻ്റെയാണ്. ഓക്കെ, 39670 എന്ന് പറഞ്ഞ് ഈ ഇമേജിൻ്റെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ഫയൽ ഈക്വൽ ടു, ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫയൽ നെയിം കൺസോൾ ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാത്ത് മോഡ്യൂൾ വെച്ചിട്ട് ഡോട്ട് ബേസ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ പാത്ത് തന്നെ കൊടുക്കാം. ഫയൽ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഓൾറെഡി അവിടെ ഒരു ഫയൽ പാത്ത് ഉണ്ട്. ഇമേജ് ഫയൽ പാത്ത് എന്ന് കൊടുക്കാം. സേവ് ചെയ്യുക. നമ്മൾ നോഡ് ആപ്പ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ആണ് ചെയ്തേക്കുന്നത്, നമ്മൾ റിക്വയർ ആണ് ചെയ്യേണ്ടത്. കോൺസ്റ്റ് പാത്ത് ഈക്വൽ ടു റിക്വയർ. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇമ്പോർട്ടിന് വരെ റിക്വയർ ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് എറർ വന്നിരുന്നത്. നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ഈ ഒരു ഇഷ്യൂ നമ്മൾ ഫിക്സ് ചെയ്തായിരുന്നു അല്ലേ, ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ ഒരു പാത്ത് എടുക്കുക. നമ്മൾ എന്നിട്ട് ആ പാത്ത് ഡോട്ട് ബേസ് നെയിം കൊടുത്തിട്ട് ഇമേജിന്റെ ഫയൽ പാത്ത് കൊടുത്തിട്ട് നമ്മൾ നോഡ് ആപ്പ് എന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ നെയിം മാത്രമായിട്ട് കിട്ടും. ഇത് ഇപ്പോൾ സ്റ്റാറ്റിക് കേസിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കും ഇത് എന്തിനാണെന്ന്. പക്ഷേ ഡൈനാമിക് ആയിട്ട് എന്തെങ്കിലും ഫയലിന്റെ നെയിം മാത്രം നമ്മൾ ഡേറ്റാബേസ് എഴുതിയേക്കുന്ന ഫയലിന്റെ നെയിം, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫയലിന്റെ URL നമ്മൾ ഇട്ടേക്കുവാണ്, അതിനകത്ത് ഫയൽ നെയിം മാത്രം എക്സ്ട്രാക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ബേസ് നെയിം ഒക്കെ എടുത്തിട്ട് ഫയലിന്റെ കറക്റ്റ് നെയിം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഫയലിന്റെ എക്സ്റ്റൻഷൻ എടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതേ ഇമേജ് ഫയൽ പാത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് കൺസോൾ ലോഗ് പാത്ത് ഡോട്ട് എക്സ്റ്റൻഷൻ നെയിം ഇമേജ് ഫയൽ പാത്ത് കൺസോൾ ലോഗ് ചെയ്ത് നോക്കി നോഡ് ആപ്പ് ഡോട്ട് JPG എന്ന് കിട്ടി കണ്ടോ. അപ്പം എക്സ്റ്റൻഷൻ എടുക്കാനും വളരെ സിമ്പിളാണ്. ഇനിയുള്ളത് ഡയറക്ടറി പാത്ത്. കൺസോൾ ലോഗ് പാത്ത് ഡോട്ട് dir നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഡയറക്ടറി നെയിം നമുക്കിത് കമന്റ് ചെയ്യാം. ഡയറക്ടറി നെയിം എടുക്കുന്നത് എന്ത് ചെയ്യും? എറർ അടിച്ചു. എന്താണ് എറർ? പാത്ത് ആർഗ്യുമെന്റ് മസ്റ്റ് ടൈപ്പ് സ്ട്രിംഗ് റിസീവ്ഡ് അൺഡിഫൈൻഡ്. നമുക്ക് ഇവിടെ ഒരു പാത്ത് കൊടുക്കണം. നമ്മൾ എന്തായത് പാത്ത് പറഞ്ഞ് ഇമേജ് ഫയൽ പാത്ത്. ഓക്കെ, സേവ് ചെയ്യുക. വേണമെന്ന് ക്ലിയർ ചെയ്യുക. നോഡ് ആപ്പ് നമുക്ക് ഇമേജ് കിട്ടി. ഏതാ ഡയറക്ടറി? നമ്മൾ കൊടുത്തേക്കുന്ന ഇമേജ് എന്ന് പറയുന്ന നമ്മുടെ ഇമേജ് ഏതായിരുന്നു?
ഈ 39670.jpg ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് കിടക്കുന്നത്. അതാണ് എൻ്റെ ഡയറക്ടറി. അപ്പം അതിൻ്റെ കറണ്ട് ഡയറക്ടറി എന്താണോ അത് കിട്ടാൻ വേണ്ടി path.dir name ഓഫ് ആ ഒരു പാത്ത് കൊടുത്താൽ മതി, നമുക്ക് അതിന്റെ ഡയറക്ടറി നെയിം കിട്ടും. ഇതായിരുന്നു നമ്മുടെ പാത്ത് എന്ന് പറയുന്ന ലൈബ്രറിയുടെ യൂസേജ്. പാത്ത് എന്ന് പറയുന്ന ലൈബ്രറിയും അതേപോലെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് പ്രോസസ്സ് വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോസസ്, കറണ്ട് വർക്കിംഗ് ഡയറക്ടറി, അതേപോലെ ഫയൽ പാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഇനി നമുക്ക് FS മോഡ്യൂൾ, ഫയൽ സിസ്റ്റം മോഡ്യൂൾ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.